ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു അഞ്ജലിയോട് സ്നേഹയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്ക് അവൾ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേയില്ല. അവൾ എന്തായിരിക്കും, എന്തുകൊണ്ടാണ് അവൾ മറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നൊക്കെ അഞ്ജലിയോട് പറയുന്നു കേട്ടോ. അപ്പോൾ സ്നേഹ അവിടെ പൊട്ടിക്കരയുന്നതും അതുപോലെ തന്നെ അഞ്ജലിയുടെ കഴുത്തിൽ മനു താലി ചാർത്തുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് പ്രഭയും അരവിന്ദനും കൂടി ഒരു പ്ലാൻ ചെയ്യട്ടോ ചെയ്യുന്നത്. ദിവസവും അഞ്ജലിയും അതുപോലെ തന്നെ മനുവും ഒരിക്കലും തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം തുടരാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രേ അവരുടെ മുറിയിൽ സ്ഥാപിക്കണം. എ സിയിൽ തന്നെ എന്നൊക്കെ പറയും. AC ഓണാക്കുമ്പോഴത്തേനും ഇതവരെ മൂക്കിലടിച്ചിട്ട് അവർ ബോധം കെട്ട് കിടന്നുറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രഭയും അതുപോലെ തന്നെ അരവിന്ദനും ചെല്ലുക കേട്ടോ. അതിനുശേഷം തന്നെ AC ഓണാക്കുന്ന അഞ്ജലിയും മനുവിനെയും കാണിക്കുന്നു. പിന്നീട് അഞ്ജലിയുടെ അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അഞ്ജലിയെ കാണിക്കുന്നുണ്ട്. അഞ്ജലിയോട് പറയുന്നുണ്ട് അമ്മ, എന്തായാലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന പയ്യൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറയുന്നു. അതിനുശേഷം മനു ബെഡിൻ്റെ താഴെയും അതുപോലെ തന്നെ അഞ്ജലി മേലെയും കിടക്കുന്നതായിട്ടുണ്ട്. അപ്പം അഞ്ജലി മനുവിൻ്റെ ഈ സത്യസന്ധത കാണുമ്പോൾ അഞ്ജലിക്ക് ഭയങ്കര മനുവിനോട് കുറച്ച് ഇഷ്ടം കൂടുതലായി തോന്നുക കേട്ടോ. അതിനുശേഷം തന്നെയാണ് പിന്നീട് കാണിക്കുന്നത്. എന്തായാലും വാതിൽ കുറ്റിയിട്ടിട്ടില്ല. ജാനി വരുന്നത് കാണുന്ന മനു പെട്ടെന്ന് തന്നെ ബെഡിൽ കയറി കിടക്കുന്നു. അതിനുശേഷം തന്നെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ. അങ്ങനെ ജാനി വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ ഇവരെ കാണുന്നതോടുകൂടി നാണക്കേട് കൊണ്ട് ചിരിക്കുന്നുണ്ട്. മനുവിന് നാണക്കേട് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ അഞ്ജലി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്.